ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തെയാണ് കേരളം നേരിടുന്നത്. വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കൈയും തകർന്നടിഞ്ഞിരിക്കുകയാണ്. സർവ്വസന്നാഹവും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് നാട്. രണ്ടാം ദിനമായ ഇന്ന് രാവിലെ മുതൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചു. ഇന്നലെ രാത്രി വരെ 400-ൽ കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി. ഇതുവരെ 140 പേരുടെ മൃതദേഹം കണ്ടെത്താനായി. 116 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു. 4 സംഘമായി 150 സൈനികരാണ് ചൂരൽമലയിലുള്ളത്. വയനാട്ടിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3000-ലേറെ പേർ ഇപ്പോൾ കഴിയുന്നുണ്ട്. മന്ത്രിമാരായ കെ രാജൻ, പി.എ. മുഹമ്മദ് റിയാസ്, ഒ.ആർ. കേളു, എ.കെ. ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ സംഭവസ്ഥലത്ത് തങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. കേരളത്തിൽ ഇന്നും ദുഃഖാചരണം തുടരും. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും രണ്ടാം ദിനമായ ഇന്ന് രാവിലെ മുതൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികളും തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 100-ലധികം മൃതദേഹങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. നിലവിൽ 5 പേർ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. മുണ്ടക്കയത്താണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടേക്ക് താൽക്കാലിക പാലം ഒരുക്കിക്കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് മറുകരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. രാവിലെ ചാലിയാർ പുഴയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടുകൂടി അവിടെ നിന്നും കിട്ടിയ മൃതദേഹത്തിന്റെ എണ്ണം 51 പേരായി. പ്രദേശവാസികളായ 57 പേരെ കാണാനില്ല എന്നുള്ള കണക്ക് വരുന്നുണ്ട്. അപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള സ്ഥലമാണ്. അപ്പൊ അവരുടെ കണക്കുകൾ വ്യക്തമല്ല. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനുള്ള ബേലി പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ബംഗളൂരുവിൽ നിന്ന് ഉച്ചയോടെ എത്തും. പാലം നിർമ്മിക്കുന്നതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഇന്ന് പകൽ 11-ന് ഗവർണർ ദുരിതബാധിത പ്രദേശങ്ങളിലെത്തും. വയനാട്ടിലേത് വൻ ദുരന്തമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2 പ്രളയങ്ങളെ അതിജീവിച്ച് നമ്മൾ ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഗവർണർ സന്ദർശിക്കും. ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ളയും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിലും ദുരന്തമേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിലും പങ്കാളികളാകാനുള്ള സന്നദ്ധത ഗോവ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഗോവ ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം റദ്ദാക്കി. പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനം ഇറക്കാൻ സുരക്ഷിതമല്ലാത്തതിനാലാണ് സന്ദർശനം മാറ്റിവെച്ചതെന്ന് അദ്ദേഹം ഇന്നലെ വൈകി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് പോകുകയായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനം രാവിലെ അപകടത്തിൽപ്പെട്ടു. മലപ്പുറം മഞ്ചേരിയിൽ മന്ത്രിയുടെ വാഹനം സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചെറിയ പരിക്കുകളോടെ മന്ത്രിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന സഹായം നൽകാം. ദുരിതാശ്വാസ സഹായമായി സാധനങ്ങൾ വാങ്ങിയവർ അതത് ജില്ലയിലെ കളക്ടറേറ്റിൽ 1077 എന്ന നമ്പറിൽ അറിയിക്കണം. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുവാൻ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും നേതൃത്വം നൽകുന്നുണ്ട്. കളക്ടറേറ്റിലും ജില്ലാ പഞ്ചായത്തിലും ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മുണ്ടക്കൈയിലെ തകർന്ന വീടുകളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. വടം കെട്ടി വലിച്ചാണ് വീടുകളുടെ മേൽക്കൂര മാറ്റുന്നത്. രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സംസ്കാര ചടങ്ങുകളും നടക്കുന്നു. മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ, കാപ്പംകൊല്ലി ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ, നെല്ലിമുണ്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ എന്നിവിടങ്ങളിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കേണ്ടതാണെന്ന് സർക്കാർ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത തുടരുന്നു. മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയുണ്ടാകും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിലാണ് അവധി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 11 മണിക്ക്.